പോലെ തീരാ വ്യഥകളിൽ വിങ്ങുന്നു ഏതോ വിഷാദമാ സ്നേഹാർദ്ര സാഗരം ഉരുകി നിന്റെ കരളിൽ ഗോപികേ ഹൃദയമൊരു ശംഖു പോലെ തീരാ വ്യഥകളിൽ ഏതോ വിഭാതം പാടും സോപാനഗാനം പോലെ ഗന്ധർവ ഹൃദയം മീട്ടും ഹിന്ദോളരാഗം പോലെ പ്രണയാർദ്രമായി നിൻ മാനസം ചന്ദ്രോദയം കടലിന്റെ അലമാലയെ പുണരുന്ന പോലെ സ്വയം മറന്നു ഗോപികേ ഹൃദയമൊരു ശംഖു പോലെ തീരാ വ്യഥകളിൽ വിങ്ങുന്നു ധ്യാനിച്ചു നിൽക്കും പൂവിൽ കനൽ മിന്നലേൽക്കും രാവിൽ ഗംഗം ചുരത്തും നെഞ്ചിൻ മൃദുതന്ത്രി തകരും നോവിൽ ഏകാന്തമായി നിൻ ശ്രീലകം സ്വർണ്ണദീപാങ്കുരം കാറ്റിന്റെ നെടുവീർപ്പിനാൽ പിടയുന്ന പോലെ സ്വയം പൊലിഞ്ഞു ഗോപികേ ഹൃദയമൊരു ശംഖു പോലെ തീരാ വ്യഥകളിൽ വിങ്ങുന്നു ഏതോ വിഷാദമാ സ്നേഹാർദ്ര സാഗരം ഉരുകി നിന്റെ കരളിൽ ഗോപികേ
ഹൃദയമൊരു വെൺശംഖു പോലെ തീരാ വ്യഥകളിൽ നൈസ് മോനെ. ശ്രീഹരി, ഓ എങ്ങനെ ഉണ്ടായി? നന്നായി പാടി. ആണോ? പക്ഷെ ചരണത്തില് ഗാനം ഇത് പോയി. എവിടെ പോയി? ഗാനം പോയെന്നോ? എങ്ങനെ ഉണ്ടായി? നന്നായി പാടി, പക്ഷെ ചരണത്തിൽ ഗാനം പോയി. ഗാനം ഗമനമായി ഗാനം ചുരത്തും, അതാണോ ഉദ്ദേശിച്ചത്? അവസരം പറ്റും സാർ. നന്നായിട്ട് പാടുണ്ടാ. ഇത് എന്തൊരു കോൺട്രാസ്റ്റ് വോയിസിലാണ് ഇത് പാടിയിരിക്കുന്ന ഈ പാട്ട്. അതായത് കേൾക്കുമ്പോ നമുക്ക് ഞാനൊന്ന് ഞെട്ടി ഫസ്റ്റ് തുടങ്ങിയ വഴിക്ക്. ഗോപികേ ഹൃദയമൊരു വെൺശംഖു പോലെ തീരാ വ്യഥകളിൽ ഏതോ വിഷാദമാ സ്നേഹാർദ്രസാഗരം ഉരുകി നിന്റെ കരളിൽ. ഗോപികയെന്ന് തുടങ്ങി ഞാൻ ഞെട്ടി. പിന്നെ മനസ്സിലായത് പക്ഷേ ഈ ശബ്ദം ഇവന്റെ സൊപ്രാനോ വോയിസ് ആണ്. ഭയങ്കര ഹൈ സൊപ്രാനോ വോയിസ്. ഇനിയും ആ ഒരു എന്താ പറയാ വോയിസ് വളർന്നിട്ടില്ല. ആ കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ മാറും. ഇപ്പൊ എത്ര പ്രായമായി മോനെ? ഇപ്പോ 13 കഴിഞ്ഞ് 14. അത്രേ ആയിട്ടുള്ളൂ. നിനക്ക് ഇത്തിരി ശരീരം കൂടിയത് കൊണ്ട് കൂടുതലുണ്ടോന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ വളർന്നിട്ടുണ്ട് ശരീരം അല്ലേ, അതുകൊണ്ടാണ്. പക്ഷെ 13 വയസ്സെന്ന് പറഞ്ഞാൽ കറക്റ്റാ. ആ ശബ്ദത്തില് അവൻ മാക്സിമം അതിന്റെ ഭാവം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. പാട്ടിന്റെ പല ഏരിയകളിലും ഓരോ വരികൾ നിർത്തുമ്പോൾ അതിന്റെ ആ ഫീല് ശരിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഒന്ന് രണ്ട് സ്ഥലത്ത് കുറച്ചൊക്കെ ശ്രുതി, സ്നേഹാർദ്ര സാഗരത്തിലൊക്കെ ഇത്തിരി ശ്രുതി നോക്കണം. അതൊക്കെ ശ്രുതിയൊക്കെ ചില സമയത്ത് കുറച്ചൊക്കെ മാറും, പ്രത്യേകിച്ച് ഈ വോയിസ് ഇങ്ങനെ ആയതുകൊണ്ട്. പിന്നെ ആ അനുപല്ലവിയിലേതാണ് പുണർന്നു പോലെ സ്വയം മറന്നു. ആ മറന്നു അത് മാത്രം, ലൈൻ മാത്രം ഒന്ന് പാടും. അതെന്താണെന്ന് എനിക്കത് മുഴുവൻ കിട്ടിയില്ല. പുണരുന്ന പോലെ സ്വയം മറന്നു. വൈബ്രേറ്റാണ്. സ്വയം മറന്നു. Did you notice that voice? വൈബ്രാറ്റോ. അതാ വോയിസിന് മോൻ വേണമെന്ന് വിചാരിച്ചു കൊടുക്കുന്നതാണോ? ഒന്നുകൂടി പാടിയത്. സ്വയം ഇനി വേണമെന്ന് വെച്ച് കൊടുക്കണം. വേണ്ട ഇപ്പൊ വന്നപ്പോ അയ്യോ ഇനി കൊടുക്കല്ലേ. സ്വയം മറന്നു. പുണരുന്ന പോലെ സ്വയം മറന്നു. മറന്നു. നിനക്ക് ശബ്ദം ലോ, ഇറ്റ് ഇസ് ടു ലോ. ഇറ്റ്സ് ഓക്കെ. അതേപോലെ ആ തീരാവ്യഥകളിൽ എന്താ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അതിൽ ഈ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോർഷൻ, ഞാൻ ഈ പാട്ട് അധികം കേട്ടിട്ടില്ല, പക്ഷെ ആ തീരാവ്യഥ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. തീരാവ്യഥകൾ, അതായത് ഗോപികയെ ഹൃദയം പല്ലവിയിൽ വരുന്ന തന്നെ പല സ്ഥലത്തും ഉണ്ടത്. തീരെ പാടിക്കും മോനെ. തീരാ വ്യഥകളിൽ അത് എന്തിങ്ങനെ അങ്ങനെയല്ല, ഗ്ലൈഡ് ആണത്. ഗ്ലൈഡ് അല്ലേ? നോട്ട് ഹാർമോണിയത്തിൽ പോകുന്ന പോലെ ഉണ്ട്. ഇത് വയലിനിൽ വരുന്ന പോലത്തെ. തീരാ തീര തീര വ്യഥകളിൽ. ഇപ്പോഴും കുറച്ച് കൂടുതലുണ്ട്. ഇത്ര ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. അത് ആ നോട്ടുകൾ അറിയരുത് ഇൻ ബിറ്റ്വീൻ. ഇതിലൊരു നോട്ടിൽ നിന്ന് മറ്റേക്ക് ഗ്ലൈഡ് പോകുന്നതാണ്. ഒരു നോട്ടിലും സ്റ്റേ പാടില്ല. രാ രാ രാ. ആ
ബെറ്റർ. അത് നോക്കിയാൽ മതി. അതിൽ ആ ഒരു സംഭവമുണ്ട്. ആ ഗ്ലൈഡ് മാത്രമാണ്. പിന്നെ മറ്റേ ഗമനം നീ പറഞ്ഞു. ഇതൊക്കെ പറയുന്നത് ചെറിയ ചെറിയ കുഴപ്പങ്ങൾ, പാടാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, കഴിവുകേടല്ല ഇത് കേട്ടോ. നിന്റെ ശബ്ദത്തിൽ ആ ഒരു റേഞ്ചൊക്കെ കിട്ടാൻ, പ്രത്യേകിച്ച് ലോ റേഞ്ച്, ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ഫോർ യു. ഈ പ്രായത്തിൽ നിന്റെ ഈ ശബ്ദത്തിൻ്റെ ഈ സുപ്രാനോ വോയിസ് വെച്ച് പാടാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് എനിഹൗ ഐ ലവ്ഡ് യുവർ ഫീൽ ഇൻ ദിസ് സോങ്. അതാണ് മെയിൻ ഈ പാട്ടിൽ. ഞാൻ ഫീൽ കൂടുതൽ എനിക്കിഷ്ടം വരും കേട്ടോ. സംഗതി തെറ്റിയാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ ഫീൽ ഉണ്ടാക്കാൻ പറ്റില്ല, കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഐ ലവ് ദിസ്. ഐ ലവ് യുവർ സിംഗിങ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. ചേച്ചി ശ്രീഹരി, ഓ എന്തുട്ടാന്ന് പറ. എന്തുട്ടാ? അത് കേൾക്കാൻ നല്ല രസമുണ്ട്. മോനെ നന്നായി പാടി. താങ്ക് യു മാം. ഔസേപ്പച്ചൻ സാർ പറഞ്ഞ പോലെ മനോഹരമായിട്ട് മോന്റെ വോയിസിൽ മോൻ പാടി. അതിന് വേറെ തന്നെ ഒരു ഫീല് കൊണ്ടുവന്നു പാട്ടിന്. എന്നാലും നമ്മള് മലയാളികൾക്ക് എല്ലാവർക്കും എപ്പോഴും നമ്മൾ ആ പാട്ട് കേട്ടിരിക്കുന്നത് ഗാനഗന്ധർവൻ, നമ്മുടെ എല്ലാമായ ദാസേട്ടന്റെ ശബ്ദത്തിലാണ്. അതിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും മനസ്സിനകത്ത്. ഓരോ പോർഷൻ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാസേട്ടൻ പാടിയത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ രൂപവും എല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആ പാടുന്ന രീതിയും ശൈലിയും ഒക്കെ നമുക്ക് ഓർമ്മ വരികയാണ്. പ്രത്യേകിച്ച് രവീന്ദ്രമാഷ് ഏറ്റവും കൂടുതൽ ദാസേട്ടൻ, ഇപ്പം രവീന്ദ്രമാഷിന്റെ ഭാര്യ വന്ന സമയത്ത്, ശോഭമ്മ വന്ന സമയത്ത് പറഞ്ഞു, മാഷ് ദാസേട്ടന്റെ ലിമിറ്റ്സ് മുഴുവനും ഒപ്പിയെടുത്തിട്ടുണ്ട്. ഈ ഒരു എല്ലാ കോമ്പോസിഷൻസിലും എത്രമാത്രം ദാസങ്കിളിനെ വോയിസിനെ യൂസ് ചെയ്യാം അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാട്ട് അദ്ദേഹത്തിന്റെ റേഞ്ച് കാണിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. ആ ഒരു ബേസ് വോയിസ്, തീരാ വ്യഥകളിൽ, അത് ആ ശബ്ദം നമുക്കിപ്പോ പറയുമ്പോൾ പോലെ ഇങ്ങനെ രോമാഞ്ചമാണ് ദാസങ്കിളിനെ പറ്റി ഓർക്കുമ്പോ. ദാസങ്കിളുടെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ആ സംഗീതം, അത് എങ്ങനെ അദ്ദേഹം ഒരു പാട്ടിനകത്ത് കൊണ്ടുവരും, ദാസേട്ടന് വേണ്ടി കമ്പോസ് ചെയ്യുന്നു എന്നുള്ള ഫീലിംഗ് ആണ് നമുക്ക്. അപ്പൊ അതാണ് അതിന്റെ സത്യം. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ദാസേട്ടന്റെ ശബ്ദം ഓരോ കാലഘട്ടത്തിൽ നിന്നും ഇങ്ങനെ വീഞ്ഞു പോലെ മധുരമായി യങ്ങറായി വരികയാണ്. അപ്പോൾ ഇതൊരു മാജിക്കാ മോനെ. ഈ പാട്ട് ആരാണ് സജസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഗംഭീര സെലക്ഷൻ. മാഷും ടീച്ചറാണ്. അവർക്കൊരു കൊടുക്കുക ഒരു വലിയ കൈ. പിന്നെ ശ്രീഹരിക്ക് ഇപ്പോൾ ഈ വോയിസ് ചേഞ്ചിങ് സമയമാണ്. അതല്ലാതെ ഈ പാട്ടിനകത്ത് കുറെ ബേസ് റേഞ്ച് കിട്ടാത്തത് കൊണ്ടുള്ള പരിമിതികൾ അത് നമുക്ക് മനസ്സിലാക്കാം. അത് ഈ പ്രായത്തിന്റെയാണ്. കാരണം ഇത് എന്തൊരു ഹെവി പാട്ടാണെന്നറിയോ എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി എമ്മാതിരി വലിയ പാട്ടാ, എന്നാലും അത് ഒപ്പിച്ച് പാട്ട് നന്നായി പാടി മോനെ. എനിക്ക് ഒരു കാര്യം സജഷൻ ഉള്ളത്, ഇനി മുതൽ അങ്ങോട്ട് അക്ഷരങ്ങൾ, വാക്കുകൾ കുറച്ചുകൂടി ഒന്ന് കൃത്യതയോടുകൂടി പഠിക്കുക. കാരണം അതിൽ ഗൂപികെ എന്നൊക്കെയാണ് കേൾക്കുന്നത്. പല ഭാഗങ്ങളിലും തീരാ അതൊന്നും ക്ലിയർ ആവുന്നില്ല, ആകാരം വരുന്നില്ല മോന. പാടുന്നതിനകത്ത് പാടുന്നുണ്ടാവും, പക്ഷെ കുറച്ചുകൂടി നമുക്ക് കേൾക്കണമെങ്കിൽ അതൊന്നും കൂടി ഒന്ന് വൃത്തിയാക്കണം. ഓക്കെ മോന. അനുപല്ലവിലൊന്ന് ഏകാന്തമായി ഏകാന്താണ് പാടുന്നത്. ഏകാന്ത മൃദു തന്ത്രി തകരും നോവിൽ മൃദു തന്ത്രി തകരും നോവിൽ ഏകാന്തമായി നിന്മാനസം. കുറച്ചുകൂടി ഇതാ പറയുന്നത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നു എന്നേ ഉള്ളൂ. ഇത് മോൻ ഇരുന്ന് വർക്ക് ചെയ്യണം. ഇതെല്ലാ പാട്ടുകൾക്കും യൂസ്ഫുൾ ആവും ഈ ഒരു ടിപ്പ്. ഓക്കെ, അതുകൂടി അതിന് ടോപ്പ് ക്ലാസ്. ഇപ്പൊ ഉഗ്രനാണ്, പാടിയതൊക്കെ സൂപ്പറാണ്. ഈ വരികൾ കൂടി കുറച്ചുകൂടെ ഒന്ന് റെഡി ആക്കിയാല് പൊളിച്ചു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ശരത് സർ. തൃശ്ശൂരെ എന്തോ നിനക്ക് സുഖാണോ? എന്തുട്ടടാ സുഖം മക്കളെ, നല്ല പാട്ടടാ. എന്തൊരു സുഖമുള്ള ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു ഇത് ഈ ഇദ്ദേഹത്തിന്റെ ഒരു ശബ്ദത്തിൽ കേൾക്കാനാണ് ഈ ഒരു പാട്ട് സുഖമുള്ളത്. കാര്യം പ്രധാനമായിട്ട് ഇത് ആ ഒരു ബേസ് റേഞ്ചുകാരൻ ഒരു മെയിൽ പാടുമ്പോഴാണ് മോനെ അതിന്റെ ഒരു എന്താ പറയുക, തമിഴിൽ പറഞ്ഞാൽ ഒരു ഗത്തുണ്ടാവുന്നത്. അപ്പൊ അത് ഒന്നാമത് ഒരു ഭീകര ശബ്ദമാണ് ദാസേട്ടൻ. അതല്ല ഈ റേഞ്ചൊക്കെ പാടുമ്പോഴേ തീരാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ തീർന്നു പോകും.
അത്രയ്ക്ക് ആ ക്വാളിറ്റി, അത് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ഒക്കെ ഈ ശബ്ദത്തിന് കുഴപ്പം വരുന്ന ഒരു സംഭവങ്ങളും അദ്ദേഹം ചെയ്യത്തില്ല. മക്കൾ നന്നായിട്ട് തന്നെ പാടി, എന്നെ കൊണ്ട് പറ്റുന്ന വൃത്തിയായിട്ട് പാടി കേട്ടോ. പിന്നെ ഈ മഞ്ജരി പറഞ്ഞ ഒരു കാര്യം ഞാനത് ഒന്നുകൂടി എടുത്തു പറയാം. മക്കളെ അക്ഷരങ്ങൾ, പ്രത്യേകിച്ച് അകാരം, വിഭാതം എന്നൊക്കെ ഉള്ള വിഭാതം എന്ന് പാടി അതിൻ്റെ ആ ഒരു വികാരം കിട്ടത്തില്ലടാ നമുക്ക്. മക്കളത് കുറേയും കൂടെ ശ്രദ്ധയോടെ ഇനി അക്ഷരങ്ങൾ പറയണം കേട്ടോ. ഗോപിക എന്നൊക്കെ വിളിക്കുമ്പം തന്നെ നിവൃത്തിയില്ലാതായി പോകണം, അത് മനസ്സിൽ വെച്ചേക്കണം. മോൻ കുഞ്ഞല്ലേ, അത് എന്നാലും പറയാണ് കേട്ടോ. ഹൃദയം ഒരു വെൺശംഖ് പോലെ എന്നൊക്കെ അദ്ദേഹം അങ്ങോട്ട് പാടുമ്പോൾ ഇടിപെട്ട ശംഖിനൊക്കെ എന്ത് വലിപ്പമാണ്, ഒരു തിമിംഗലത്തിന്റെ വലിപ്പമുണ്ട് ശംഖിന്. അപ്പം മക്കളെ അത് മനസ്സിലായി. അതൊരു ഈ തീരാന്ന് തീരാ അവന് ഈ ക്രോമാറ്റിക് എല്ലാ നോട്ടും കാണിച്ചും അങ്ങനല്ലടാ അത്. ആ ഒരു ഗ്ലൈഡ് പാടിയാലും ഈ ഏത് സ്കെയിലാണോ ആ പാട്ട് അതായിരിക്കണം അതിൽ വരേണ്ടത്. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ദാസേട്ടന്റെ സർ ഈ ഗ്ലൈഡിനെ പറ്റി പറഞ്ഞുണ്ട്. ദാസങ്കിളുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നത് വെച്ചാൽ എനിക്കിങ്ങനെ ഇതുപോലെ സാർ പറഞ്ഞ പോലെ ഇരുത്തി കച്ചേരിക്കൊക്കെ പാടാനുള്ള പഠിപ്പിച്ചു തരും. ഇപ്പൊ എന്റെ ഗുരുവാണ്. അപ്പൊ ആ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഗ്ലൈഡ് ഇല്ലേ, ഈ സാധനം 2 വർഷം പ്രാക്ടീസ് ചെയ്തിട്ട്, അതായത് ഈ പാട്ടിന് വേണ്ടിയല്ല, ഗ്ലൈഡ് എന്ന് പറഞ്ഞ സാധനം തന്നെ അദ്ദേഹം 2 വർഷം എടുത്തു പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ് ഇങ്ങനത്തെ ഈ ഗ്ലൈഡ്സ് മാത്രം. അതാണ് ആ ഒരു ഡെഡിക്കേഷന്റെ ഒരു കാര്യം. സർ അത് ഞാൻ പറയുന്നത് അല്ല, അതിനൊക്കെ ഓരോരുത്തരും എത്ര ഈ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ കാലെ തൊട്ട് തൊടുന്ന ഒരു മനുഷ്യൻ 2 വർഷം എടുത്ത് പാടി എന്ന് പറഞ്ഞാലേ അത് ചുമ്മാതല്ല. ദാസേട്ടാ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, എന്ത് ചെയ്യാനാ. ലവ് യു ദാസേട്ടാ, വേറൊന്നും പറയാനുണ്ട് മക്കളെ. അതുപോലെ ഈ ഗ്ലൈഡൊക്കെ ഗ്ലൈഡൊക്കെ നമ്മൾ ഏത് സ്കെയിലാണോ അതിൽ വേണം. അത് ക്രോമാറ്റിക് ഒന്നും പാടിക്കളയരുത്, മനസ്സിലായ നീ. ആ സ്കെയിലിനോട് നമ്മൾ നീക്കണം. തീരാ അത് മറ്റേ പേപ്പർ മില്ലിലെ സൈറൻ പോലെ ഇരുന്ന് അങ്ങനല്ല അടി തരും നിനക്ക് കേട്ടാ. അവിടെ അതൊക്കെ ശ്രദ്ധിച്ചോളാം മക്കളെ. പിന്നെ എനിക്കുള്ള ഒരു ഡൗട്ട്, തീരാ തീരാ ഏതൊരു സ്ഥലത്തില്ലേ, നീ പോടെ അവിടെ നിന്ന്, നീ തീരാ പാടിക്കൊണ്ട് തീരാന്നുണ്ട്. അത് പാടിയിട്ടല്ലേ മക്കൾ. തല ആടി നിന്ന് കാര്യമില്ല. തീര അല്ലടേ, തീര. അതൊക്കെ ഓക്കെ, അത് ഓക്കെ. ആ വ്യഥകൾ മക്കളെ ഏതോ വിഭാഗം ഒന്ന് പാടിക്കേ. ഏതോ വിഭാഗം പാടും വിഭാതം വിഭാഭാ ഏതോ വിഭാതം പാടും. പിന്നെ എഴുതിയേക്കുന്ന അണ്ണാച്ചി പാടിച്ച മോനെ കൊണ്ട് ആ ഏതോ വിഷാദം അതൊക്കെ മോന് കുറച്ചും കൂടെ ശ്രുതി പക്ക ആവാടാ കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം മക്കള്. ബാക്കിയൊന്നുമില്ല, എനിക്കിഷ്ടമായി നീ പാടിയത്. നിന്നെ എനിക്കങ്ങ് ഇഷ്ടമാ. ഇതൊക്കെയാണ് നീ കള്ളനാണ് എങ്കിലും ഐ ലവ് യു. നിന്റെ അനിയത്തി എങ്ങനെ ഉണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എത്ര ആയി അതിന് പ്രായം? 5 ഇവനാണ് എല്ലാം കെയർ ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അല്ലേ മക്കളെ? അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ ചേട്ടനാ എനിക്ക് കുശുമ്പൂടി ഉണ്ട്. അതെന്താടാ നിന്റെ കിട്ടിയതാണാ? നിന്റെ കയ്യിന്ന് ഞാനാ കുശുമ്പ് ഇല്ലേ? അവക്ക് മാത്രമേ കുശുമ്പോളൂ, ഇവനില്ല. ഞാൻ നല്ല ആളാണ്. എന്താ കുശുമ്പൂത്തുന്നവളെന്താ പറയാ? വെറുതെ തട്ടിയനൊക്കെ വെറുതെ അങ്ങോട്ട് തിരിച്ചടിക്കും. അങ്ങനെ 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 അടിച്ചു. അത് കയ്യിലിരിപ്പ് കുഴപ്പമായിട്ടല്ലേ മക്കളെ? തട്ടാൻ പോയെ അതറിയാണ്ട് തട്ടാണ്. അവന് 2 തട്ടിന്റെ കേടുണ്ട്. അതാ അല്ല, എന്നിട്ട് തട്ടി പോകുന്നു. അതന്നെ. അത് കുഴപ്പമില്ല മോനെ, ആ സ്നേഹബന്ധം വളരട്ടെ. കാരണം നമുക്ക് ഒരിക്കലും കിട്ടത്തില്ലടാ. നമ്മുടെ കൂടപ്പുറപ്പും അച്ഛനും അമ്മയും ഒന്നും നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല. ഈ പ്രായം അത് നമ്മൾ എപ്പോഴും അത് ഇനി എന്തൊക്കെ അടി ഉണ്ടാക്കിയാലും നിന്റെ തലക്കിട്ട് ചവിട്ടിയാലും അത് നിന്റെ കൂടപ്പുറപ്പാണ്. അതിന് ഒരു മാറ്റമില്ല. അത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക ആ സ്നേഹം. അതുപോലെ ആ കുഞ്ഞിനും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് നമുക്ക് വെളിയിൽ കിട്ടത്തില്ല മോനെ, അത് ഒരിക്കലും കിട്ടത്തില്ല. അതൊക്കെയാണ്
ഇപ്പോൾ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ അതാണ്. ബാക്കി എല്ലാം നമുക്ക് വില കൊടുത്ത് മേടിക്കാം, എന്തെങ്കിലും ഒക്കെ ചെയ്യാം. പക്ഷെ ഇത് രക്തബന്ധങ്ങൾ കിട്ടത്തില്ല. അത് മനസ്സിൽ വെച്ചോളാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് കുഞ്ഞെ. താങ്ക് യു സാർ. ഓക്കെ ശരത് സർ. മക്കളെ ഓ 8.7 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി 8.6. താങ്ക് യു സാർ. താങ്ക് യു. ദാസേട്ടൻ അവിടെ നിന്ന് തുമ്മായിരിക്കും ഡാൻസ്. അതെ. ഓക്കെ ഔസിഫജൻ സർ. സോ ടോട്ടൽ 17.3. ഓക്കെ ശ്രീഹരി. Okay.